ഒളു ഉണ്ടാക്കുമ്പോ ഖുശൂ ഉണ്ടെങ്കിൽ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുള്ളൂ എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഒളു ഉണ്ടാക്കുക? അത് പഠിക്കണം. അപ്പൊ ആന്തരികമായ ഒളു കൂടി എന്റെ കൂടെ പഠിക്കണം. നമ്മള് കച്ചും കാലും കഴുകിയാൽ മാത്രം പോരാ. എന്താ അങ്ങനെ കൈ കഴുകാനുള്ള ഒരു കാരണം ഉണ്ടാവൂലേ? എന്താ മുട്ട് വരെ, എന്താ തോള് വരെ കഴുകാൻ പറഞ്ഞു, മുട്ട് വരെ കഴുകാൻ പറഞ്ഞു, എന്താ മുഖം കഴുകാൻ പറഞ്ഞു, നെഞ്ഞുകൂടി കൂടെ കഴുകണ്ടേ? ഹൃദയം നെഞ്ഞിന്റെ ഉള്ളിലുള്ളത്. ഇതിനൊക്കെ ഒരു കാരണം. ഇതൊക്കെ ഭയങ്കര രസകരമായ അറിവുകൾ അതിനുള്ളിലുണ്ട്, രഹസ്യമായ അറിവുകൾ. അതിപ്പോ ഇങ്ങനെ പറയാൻ പറ്റുന്നതല്ല, എല്ലാവർക്കും അറിയാം. ഇതൊക്കെ പഠിച്ചെടുത്താൽ ഒതുണ്ടാക്കാൻ ഭയങ്കര രസാ. ഒതു മുറിഞ്ഞ ഒതുണ്ടാക്കും അല്ലെ? സുന്നത്തായ ഒതുകൾ വരെ എടുക്കാൻ തുടങ്ങും നമ്മൾ. അങ്ങനെ ഒതു ഭയങ്കര സംഭവമാണ്. ഒരു മുഹജ്ജിലിനായിട്ട് കൈകാലിക പ്രകാശിക്കുന്നവരെ വരാൻ കാരണം ഒതു ആണെന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒതുവോടുകൂടി നിന്നാൽ നിസ്കാരം അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് കൂലിട്ടാൻ വേണ്ടി നിസ്കരിച്ചാണ്. കൂലിപ്പണിക്കാരാ നമ്മളൊക്കെ, കൂലിപ്പണിക്കാർക്ക് നഷ്ടാ. നമ്മൾ മുഹിബ്ബീങ്ങളായി നിസ്കരിക്കണം. അള്ളാഹു ഒറ്റക്ക് കൊണ്ടുപോയി എന്റെ ഹബീബുള്ളാഹ്ക്ക് കൊടുത്ത ഒരു സമ്മാനമാണ് നിസ്കാരം. ഈ നിസ്കാരം എനിക്ക് എന്റെ ഹബീബിനുള്ള സ്നേഹം കൊണ്ട് ചെയ്യണം, സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടല്ല. അള്ളാന്റെ പടപ്പാ സ്വർഗം, അള്ളാന്റെ പടപ്പാ നരകം. സ്വർഗത്തിന് ആഗ്രഹിക്കുമാണ്, നരകത്തിന് പേടിച്ചും വേണ്ട. അതിനു വേണ്ടി ഈ ഭാഗത്ത് ചെയ്യാൻ പാടില്ല. അള്ളാന്റെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി വരക്കാം. സ്വർഗം കിട്ടാൻ വേണ്ടി ഈ ഭാഗത്ത് അള്ളാന്റെ തൃപ്തി, അതാണ് നമ്മളെ സ്വർഗം. അള്ളാന്റെ ദേഷ്യം, അതാണ് നമ്മളെ നരകം.